ഇന്ദുമോളെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു ടീം വന്നിട്ടുണ്ട്. ഇന്ദുമോളെ ഹാപ്പിയാണോ? ഇന്ദുമോളെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ എൻ്റെ പേരിലാക്കുന്നുണ്ട്. അല്ല ഇവള് ഒഫീഷ്യലി ഇവൾക്ക് നല്ലൊരു പേജായി, യൂട്യൂബറായി. എന്താ തോന്നുന്നു ഇത്ര പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നൊക്കെ വിചാരിച്ചിരുന്നു? എങ്ങനെ ഇന്റർവ്യൂ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു? പ്രൗഡാണോ? ഏട്ടൻ ഉത്തരൊക്കെ പറഞ്ഞെന്ന് ചോദിക്കാം കേട്ടോ. എന്നിട്ട് സുഖാമ്പക്ക് ഏട്ടൻ പ്രൗഡ് എന്ന് പറയാനാ പറഞ്ഞത്. അതിനെ കൊണ്ട് പ്രൗഡ്. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് അച്ഛനും ഇന്ദുമോളെ ഇന്റർവ്യൂവിനെ പറ്റി എന്ത് പറയാൻ തോന്നുന്നു? അങ്ങനെയാണോ? അറിഞ്ഞൂടാ. അവിടെ നന്ദുവിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ് ഇവര്. അതെ, നന്ദുവിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുകയായിരുന്നു. ഇന്ദുമോളെ ഇന്റർവ്യൂ അല്ലാന്ന് അവള് പറയുന്നത്. അവള് ഒളിച്ചോടിയുണ്ട്. അവള് ഇപ്പോൾ എവിടേക്കോ ജീവനും കൊണ്ടോടിയാണ്. അവള് ഇവിടെ ഉണ്ട്. ഇന്ദുമോളെ എന്താ അങ്ങനെ ചെയ്താൽ നീ അങ്ങനെ ഓടിക്കാളെ? തിരക്കുണ്ട്, കുറച്ച് ബിസിയാണ്. അതിനെക്കൊണ്ട് പിന്നെ കാണാം. പിന്നെ ഒരു പവറിംഗ് ഓഫ് ഇപ്പോൾ പറയും കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ ഞാൻ ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചേച്ചി കൊടുക്കാണ്ട്. ഓക്കെ, ഇന്റർവ്യൂവിൻ്റെ ചേച്ചിയാണിത്. അശ്വതി എന്നാണ് ചേച്ചീൻ്റെ പേര്. ഐശ്വര്യമുള്ള ചേച്ചിയാണ്. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. പോരെ പിന്നെ ഏട്ടാ പ്ലീസ് എടുക്കല്ലേ, മതി. ഞാൻ നമുക്ക് ഏട്ടനോട് വിശേഷങ്ങൾ വയ്ക്കാം. ഇതാ എനിക്ക് വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ജാടിറക്കാതെ കാര്യങ്ങൾ പറയുവാണോ? നിങ്ങൾക്ക് വെള്ളം വേണോ? സ്നേഹമുള്ള കുട്ടിയാണ്. ഇത് ഇൻ്റർവ്യൂവിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളുമാണ് ഇത് കാണുന്നത്. നിങ്ങൾ ഭയങ്കര സെറ്റപ്പാണ് ലൈറ്റിങ്ങും കാര്യങ്ങളും. SL200 അതിൻ്റെ ഭാഗമായിട്ട് ഇന്ദുമോള് കണ്ടോ ജാട ഇറക്കുന്നതാണ്. ഇപ്പോൾ പറയാൻ സമയമായിട്ടല്ല, അവൾ പറയാതൊക്കെയാണ് മനഃപൂർവ്വം. ലൈറ്റിങ്ങും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോവാണ് ഇൻ്റർവ്യൂവിൻ്റെ ടീം. ഇന്ദുമോളൊന്നും ഇങ്ങോട്ട് വരുമോ മാഡം? ഇവിടെ പേജാണ് നമ്മളെ. അല്ലെങ്കിൽ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് എന്താണ് എങ്ങനെയാണ് ഇത്? വീട് ഫുള്ളപ്പോൾ ഒരു പ്രകാശത്തിലാണ്. വേറെന്താ? ലൈറ്റ് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്താൽ നല്ലതാ. നല്ല വെളിച്ചം ഉണ്ടാവും വീടിൻ്റെ ഉള്ളിൽ. കറണ്ട് ബില്ല് വരുമ്പോഴേ ടെൻഷൻ ആവുള്ളൂ. നോർമൽ ലൈറ്റിംഗ് നിമിഷത്തിനെ പറ്റി എന്താണ് ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നിമിഷം വരുന്നത്. അയ്യോ ഏട്ടാ, സത്യം പറഞ്ഞ എന്താ പറയണ്ട അറിയുന്നില്ല, വാക്കുകളില്ല വർണ്ണിക്കാൻ. അങ്ങനെ ഒരു നിമിഷത്തിലൂടെ കടന്നു പോവാണ്. ഇന്റർവ്യൂ എടുക്കാൻ ടീമോടെ എത്തുന്നു നീ വിചാരിച്ചത്? എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ ഏട്ടൻ ഇങ്ങനെ വരുന്നു ഞാൻ വിചാരിച്ചില്ല. തൽക്കാലം നിർത്തിയേക്കിട്ടോ, മതിട്ടോ അന്നത്തേക്കുള്ള അതിൻ്റെ ആയിണ്ട്. ഇവളിങ്ങനെ ഈ നിലയിൽ എത്തുന്നു ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ഇങ്ങനെ അവിചാരിതമായ ഓരോ ഏട്ടന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ പല നിലയിലും നമ്മൾ എത്തിപ്പോവും. ഒരു ഗതി പരഗതിയും ഇല്ലാത്ത നിലകളിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ഒരു ബ്രദറുള്ളൂ, വളരെ എത്രയോ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. എനിക്കൊക്കെ ഇല്ലാത്ത എനിക്കില്ലായിരുന്നല്ലോ. എനിക്കൊരു സഹോദരൻ ഇല്ലാത്തതിൻ്റെ കുറേ വിഷമങ്ങൾ തോന്നിയിരുന്നു. ഇപ്പം ഇല്ല. ഇവർ രണ്ടാളുടെ കച്ചറ കൂടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നില്ല. കച്ചറൂടാറുണ്ട്. ഞങ്ങൾ കച്ചറ കൂടൊന്നും കൂടാറില്ല. ഞങ്ങൾ നല്ല ഒത്തൊരുമുള്ള ബ്രദർ സിസ്റ്റർ. ഇവൻ വെറുപ്പിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും കേട്ടോ. നീ എന്തുപോലെ വെറുപ്പിക്കുന്ന വീഡിയോ എടുക്കൂലേ? എനിക്കത് കാണുന്നതന്നെ ഇഷ്ടമല്ല. അച്ഛൻ പുതിയ ഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായുണ്ട്. ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗത്തിൽ അച്ഛനെന്താണ്? പുതിയ ഷർട്ടൊന്നല്ല, പഴയ തന്നെ. കല്യാണത്തിന് വാങ്ങിയതാണ്. കല്യാണത്തിന് പ്രസൻറ്റേഷൻ കിട്ടിയാണ്. ഇന്ന് എത്ര ഷർട്ട് വാങ്ങാൻ പോണേ? ഇവിടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്തൊന്ന് പിടിക്കുമോ കുറച്ചു നേരം? കൈ ഇവിടെ ഏട്ടൻ കച്ചറ കളിച്ചു വിടുന്നു. ഇങ്ങനെ അഹങ്കാരം കാണിക്കാം. ഒന്ന് പിടിക്കും. മൈക്ക് പിടിക്കണ്ടേ? മൈക്ക് പിടിച്ചോ, ഇത് പിടിച്ചോ. ഞാൻ കുറച്ച് പരിപാടിയുണ്ട്. ഏട്ടൻ പറയോ? അല്ല ഞാൻ എടുത്തോ. റെഡിയാണ് കാര്യങ്ങളൊക്കെ. ഇന്ദുമോൾക്ക് ഞാൻ പല്ലേക്കട്ടെ. അതുവരെ ഒന്ന് ഈ മാനേജ് ചെയ്യും കുറച്ചു നേരം പ്ലീസ്. എനിക്ക് ഒന്ന് മാനേജ് ഒരു 5 സെക്കൻഡ്. ഇപ്പോൾ ഇന്റർവ്യൂ ആയതുകൊണ്ട് നേരത്തെ ഹോം ടൂർ ആകുമ്പോൾ നമ്മൾ വീട്ടിലെ പോലെ നിൽക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്റർവ്യൂ ആകുമ്പോൾ പല്ലേക്കണം എന്നാണ് ഞാൻ. അതുകൊണ്ട് പല്ലേക്കാണ്. ഇത് ഏരിയലിൻ്റെ ഇതിൻ്റെ ബോട്ടിലാണ്. ബ്രഷ് വൃത്തിയാക്കി കിട്ടും. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പൗഡറാണ്. ഒരു ബ്രഷ് മതി ശരിക്കും ഇങ്ങനെ ഇട്ട് വെച്ചാൽ എല്ലാവരും കൂടെ പല്ല് തേക്കാൻ.
ഒരു ബ്രഷ് മതി. കാരണം ആ ബ്രഷ് എല്ലാം കൂടെ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഓ മൈ ഗാഡ്. ഏട്ടാ പല്ലേക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ പല്ലേക്കുന്ന മോളേക്ക് താഴേക്ക് ഇങ്ങനെ നോക്കാം. ഏച്ചിക്ക് എന്താ പറയാനുള്ളത് ഏട്ടൻ്റെ പല്ലേപ്പിനെ കുറിച്ച്? നന്നായി പല്ല് കേൾക്കുന്നൊരു കുട്ടിയാണ്. ഭക്ഷണം കഴിച്ചിട്ടാണ് പല്ല് കേൾക്കാറ്. ആ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളൂ, പെട്ടെന്ന് എടുത്തോളൂ. ശരിക്കും എത്ര ഏട്ടാ? 3 തവണയാ? നമ്മൾ പല്ല് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനൊക്കെ ആകുമ്പോൾ ഒരു 2 തവണ കുടിക്കണം. അല്ലാതെ വീട്ടിലത്തൊക്കെ ആകുമ്പോൾ ഒരു 3 തവണ 4 തവണ ഒന്നും കുടിക്കുക. തുപ്പ കുലുക്കുക കഴിഞ്ഞ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഇത്രയും നേരം ഒരു വലിയ ഇതുവരെയായിട്ടും എടുത്ത സാധനം തിരിച്ചു വെച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഇതൊക്കെ നമുക്ക് കണ്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാണ്ട് ഒക്കെ നമ്മൾ ചെയ്യണം. ഒന്നും ചെയ്യൂല. ഇന്ന് ഈ ഇന്റർവ്യൂവിൻ്റെ അസുലഭ മുഹൂർത്തത്തിൽ അസുലഭ നിമിഷത്തിൽ എന്താണ് ഇങ്ങനൊരു ഇതിൽ ഇപ്പം എനിക്ക് ചേരാൻ പറ്റിയത്? സത്യം പറഞ്ഞാൽ ചേരാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചേർന്നിട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അല്ലേട്ടാ. ഞാൻ ഭയങ്കര എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു ടീം വന്ന് ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു ദിവസം അത് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഏട്ടൻ ഇങ്ങനൊരു ദിവസം വരുന്ന ഒട്ടും വിചാരിച്ചില്ല. അപ്പം അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. എന്താണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ അസുലഭ മുഹൂർത്തത്തിൽ അസുലഭമാണ് എന്താ നൃത്തം പറയും. നിങ്ങളോട് മിണ്ടാണ്ടക്കാൻ പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളെന്നാലും പറഞ്ഞുകൊണ്ട് വെക്കും. അതിനെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങളെ കാത്തുക അല്ലല്ലോ. ഇവിടെ സെറ്റിംഗ് ആണ്. ഞാൻ അതുകൊണ്ടോ വീഡിയോ എടുക്കുന്നത് വെറുതെ എടുക്കുക. വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അറിയാം. നിങ്ങൾ സെറ്റായിക്കോട്ടെ. നമ്മൾ അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഘട്ടങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയിൽ എന്തിനാണ് ഇവിടെ എത്തിയത് ജീവിതത്തിലോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ വേണ്ടിയുള്ളൊരു എന്തിനാണ് ജീവിതത്തിൽ ഇവിടെ എത്തിയതെന്നോ? ഇവിടെ എത്തിയത് ഈ സമയം അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ സമയത്തിലൂടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ പേടിയുണ്ടോ? അതിന് പേടി എന്തിനാ ജീവിതത്തിൽ? നമ്മൾ ചത്തൂല്ല എന്തായാലും. അപ്പോൾ നേരിടാനുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യം, എന്തിനാണ് ജീവിച്ചത്? മരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇതെല്ലാം ചോദ്യത്തിലുള്ള ഇപ്പോൾ ദേവട്ടിനുണ്ട് ചോദ്യം ചോദിക്കുക. അപ്പോൾ അവൾ പറഞ്ഞില്ലെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാവില്ല. അപ്പോൾ ദേവട്ടിനൊരു ചോദ്യം, എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത്? നന്ദുവിലൂടെയാണ് ഈ വീട്ടിലെത്തിയത്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഇന്ത്യമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് യുണീക്ക് അതിനോടൊരു ടഫായിട്ടുള്ള അച്ഛനോട് ടഫായിട്ടില്ലേ? അച്ഛനോട് ടഫായിട്ട് അച്ഛൻ ഇപ്പോഴേ ചിരിച്ചാണ് നേരിടുന്നതിനൊക്കെ. അച്ഛനോട് ടഫായിട്ട് ചോദിക്കാം. പോലീസ് പോയി, പ്രിൻറ്റിങ് പോയി, ഇപ്പോൾ പെൻഷനായി വീട്ടിലിരിക്കുന്ന നിമിഷത്തിൽ പ്രിൻറ്റിങ് പണിക്ക് പ്രസ്സിൽ പ്രസ് പണിക്കൊക്കെ പോയി, ഇപ്പോൾ പെൻഷനായി. ഇതിൽ ഏത് പണിയാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പണി? പെൻഷനായപ്പോൾ വീട്ടിലിരിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഇത്ര കാലം അങ്ങനെ ഓടി നടന്ന് ആ സ്വന്തം നാട്ടിലാകെ 3 വർഷം പണി ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ തിരുവനന്തപുരം, എറണാകുളം, ഷൊർണൂർ, കുറേ പ്രസ്സിൽ, കണ്ണൂർ, അങ്ങനെ കുറേ പ്രസ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. അപ്പം വീട്ടിലെത്തിയപ്പോൾ ഒരു സന്തോഷം വീട്ടുകാരായിട്ടും. പിന്നെ ഒന്നാമത് നിൻ്റെ കൂടെ ഒക്കെ നിൽക്കാമല്ലോ എല്ലാവരും കൂടി. ഇതുപോലൊരു ചോദ്യം ഇന്ദുമോൾക്ക് ചോദിക്കാണ്ട്, 10ാം ക്ലാസ്, +1, +2 പിന്നെ കുറേ എല്ലാ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി. ഈ സമയത്ത് വെറുതെ നിൽക്കുകയാണ്. ഇത്ര പരിപാടി കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കാനും കഴിവ് വേണ്ടേ? എന്താണ് അല്ല ഇങ്ങനെ പോയിന്റ് ഇവിടെ എത്തി, ഇങ്ങനെ യൂട്യൂബറായി. അപ്പോൾ അങ്ങനൊരു ഈ ഒരു 16K 17K സബ്സ്ക്രൈബേഴ്സ് എത്തി. അപ്പോൾ എന്ത് തോന്നി? ഞാൻ ആക്ഷനിലൂടെ പ്രകടിപ്പിക്കാം. ഇതാറ് സ്റ്റെപ്പ് ചെയ്യുന്നു. ഇനി ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അമ്മയോട് ചോദിക്കാം. ഇൻ്റർവ്യൂ എന്നാൽ എന്താ? ഇൻ്റർവ്യൂ അതാണ് ഇൻ്റർവ്യൂ. ചോദ്യങ്ങൾ ടഫാവും തോറും ഉത്തരങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ട് കൂടും. ഇൻ്റർവ്യൂ എന്താ? ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു വേദി. ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദി ഇൻ്റർവ്യൂ ആണോ? ആ ചോദ്യത്തിലുള്ള ഉത്തരം കറക്റ്റ് ആവട്ടെ. വേദി നമുക്ക് എന്തും ആക്കാം, നമ്മളെ താല്പര്യം പോലെയല്ലേ അത്. ഇന്ദുമോളെ, എൻ്റെ യൂട്യൂബ് ചാനലാണ്, ഞാൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യല്ല. ഇനി 2 ചോദ്യം ഈ ചോദിക്കില്ല. അമ്മയോട് അച്ഛനോട് ചോദ്യം. ഓക്കെ. അമ്മേനോട്, നാളെ രാവിലെ എന്താ കഴിക്കാണ്ടാക്കുന്നത്? നാളെ രാവിലെ ദോശയ്ക്ക് അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ പത്തിരിയാക്കാം. പത്തിരി ചിക്കൻ കറി. ദേവുവിന് വേണ്ട, പാവുണ്ട് ദേവുവിൻ്റെ മുഖം നോക്കി.
അങ്ങനെയല്ല ദേവുന് എന്തായാലും വേണ്ട. ഞാൻ അതാ ചിരിച്ച് അവളെ ഡയറ്റ് പാവം. അച്ഛനോട് ഞാനെന്താ ചോദിക്കണ്ടേ? രാവിലെ പത്തിരി അത്ര ഉണ്ടാക്കും. അയ്യോ എനിക്കറിയില്ല കേട്ടാ. ഞാൻ ചോദിക്കേ എങ്ങനെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? മോനെ ഒന്നര ചോദ്യം. ഞാൻ ഇപ്പൊ നല്ല സന്തോഷത്തിലാണ്. കാരണം ഇപ്പൊ മൂടതാ. ഹാപ്പി അല്ലേ? ഹാപ്പി, സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ. മെയിഞ്ഞാന്ന് അവളത്ര ഹാപ്പി അല്ലായിരുന്നു. അതെന്താ? വരട്ടിയൊക്കെ പോയത് എനിക്കെന്തോ നിങ്ങള് അങ്ങനെ മാറ്റിയൊക്കെ ഇഷ്ടമായില്ല. ഞാനിപ്പോ നല്ല ഹാപ്പി ആയിട്ട് രാവിലെ 5 മണി വരെ ഗെയിം കളിക്കും. രാവിലെ 5 മണി വരെ ഗെയിം കളിക്കേ? നീ എപ്പോഴാ ഉറങ്ങുന്നേ? 6 മണി 6:30 7 മണി വരെ ഉറങ്ങും. നീ എന്റെ കൂടെ കിടന്നാ മതി. ഇല്ല വേണ്ട, ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. ഇല്ല, ഞാൻ അമ്മേന്റെ കൂടെ കിടക്കൂല. നീ എന്നാ നിന്റെ കൂടെ കിടക്കാം. എന്റെ റൂമിലേക്ക് ഞാൻ കേറ്റൂല ആരും. ആ റൂമിന്റെ ബോൾട്ട് വരണം കുഞ്ഞേട്ടാ. വാതിലങ്ങ് എടുത്തു വെക്കണം എന്ന് എന്റെ അഭിപ്രായം. ഏട്ടന്റെ റൂമിൽ വാതിൽ വിരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേന്നോ? ഇല്ലല്ല, കൊളത്ത് അഴിച്ചു വെച്ചു. അതിന് കുളത്തില്ല ദേവ് ഇപ്പോഴും. ഏട്ടന്റെ കുതിരകളി കാരണം ഏട്ടന്റെ റൂമത്തെ കുളത്ത് ഡോർ ഊരി വെക്കുന്നത് പറഞ്ഞു. കിട്ടിയില്ലല്ലോ ഇപ്പോഴും ആ റൂമിന് താക്കോലില്ലല്ലോ. അതന്ന് എവിടെയോ ഒളിപ്പിച്ച് വെച്ചതാ, മറന്നുപോയി. ഇപ്പോഴും ആ റൂമിന് താക്കോലില്ല. അച്ഛനാണ് അത് ഊരി വെച്ചത്, ഓർമ്മണ്ടോ? നമ്മളെടാ കളി. എന്താ എന്താ കഥയൊക്കെ ഉണ്ട്. നമ്മളോടാണ് കളി. നമ്മളെല്ലാവരും മറിമായം കാണും. നമ്മളെല്ലാവരും ഒരു പ്രതിവിധി കാണും. അതാണല്ലോ വേണ്ടത്. അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. അച്ഛന് അപ്പോൾ ഇൻ്റർവ്യൂ അവസാനിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂവിൻ്റെ ടീമിന് വരും, സംസാരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ ഇങ്ങനെ ലെങ്തായി പോകണ്ട വെച്ചിട്ട് ഇന്ദുമോക്ക് ഇനി ലൈഫിലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ദുമോൾ ആരാവാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ചാൻസ് ഉണ്ട്. ഓൾറെഡി ചാൻസിലാണുള്ളത്. ഇപ്പം നിനക്ക് ആരാവാനാ തോന്നുന്നത്? വേറെ ആരാവാൻ തോന്നുന്നൊന്നുമില്ല. എന്താ 4 നേരം ഫുഡ്, ഗെയിം, വീട്ടുകാർ ഇത്ര പോരെ, വൈഫൈ, വേറെന്ത് വേണം? ഫോണ്, ടാബ്, ലാപ്പ്. പവറിങ് ഓഫ് അത്ര തന്നെ. എന്നാ അത്രേ ഉള്ളൂ. ബൈ. പവറിങ് ഓഫ്.